ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചെറിയ യൂട്യൂബ് ചാനലായ മെമ്മറി മേക്കേഴ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ പുറത്ത് നല്ല സൗണ്ട് കേട്ടിട്ടാണ് ഇന്ന് എണീറ്റത്. എന്നാൽ പിന്നെ ആ സൗണ്ട് എന്താണെന്ന് നോക്കാമെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴോ പുറത്ത് തേങ്ങ പറിക്കാൻ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കും സങ്കടം തോന്നി, ഞാനും ഒന്ന് പണിയെടുക്കാമെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് നേരം ആകുമ്പോഴേക്ക് എൻ്റെ പണി തീർന്നു, കാരണം അത്രയും ചൂടാണ്. അതുകൊണ്ട് കുറച്ച് ദാഹം തോന്നിയപ്പോൾ ഞാൻ എന്താക്കി, ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ഒരാളെന്നിട്ട് പറിച്ചു തരുമോ. ചേട്ടൻ ഒരു മടിയും കൂട്ടാണ്ട് ചേട്ടൻ ഒന്നല്ല 5 ഇളനീര് പറിച്ചു തന്നു. ചേട്ടന് മടി കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം തെങ്ങ് നമ്മുടെ ആണല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് വെട്ടിക്കൂട്ടി നമുക്ക് കുടിക്കാമെന്ന് വെച്ചാലോ. 5 ഒരുമിച്ച് കുടിച്ചാൽ നമ്മളെ കൊണ്ട് താകത്തില്ല. പിന്നെ വീട്ടുകാർക്ക് എല്ലാവരും കൂടി ഒരു ഷേക്ക് അടിക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ട് 5 ഇളനീരും വെട്ടിക്കൂട്ടി അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഈ ഒഴിക്കണ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് തീർന്നു പോകുന്നുണ്ട്. നമ്മുടെ പൊണ്ടാട്ടി എൻ്റെ സൈഡിൽ എടുത്തത് കുടിച്ചുകൊണ്ടിരിക്കുക. കുഴപ്പമില്ല, നമുക്ക് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ വെട്ടിക്കൂട്ടി വെച്ച വെള്ളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പാടാന്ന് പറയും, അതൊക്കെ ഒരു പാത്രത്തിലേക്ക് നൈസായിട്ട് മാറ്റിയിട്ട് 5 ഇളനീര് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 4 പേരുണ്ട് നമ്മൾ ടോട്ടൽ, എല്ലാവർക്കും എത്തണ്ടേ, പാടൊക്കെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട ശേഷം നമ്മൾ ബാക്കി വേണ്ട സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ട പരിപാടിയിലാണ്. ബാക്കി എന്തോ വേണ്ട, നമുക്ക് ബൂസ്റ്റ് വേണം, കട്ടപ്പാൽ വേണം, പിന്നെ ഐസ്ക്രീം വേണം, പഞ്ചസാര വേണം. അപ്പോൾ ഇതൊക്കെ, പിന്നെ ഒരു ജാറും കൂടെ വേണം, മിക്സിയും വേണം. അപ്പോൾ ജ്യൂസ് ജാറിലേക്ക് നമ്മൾ ഈ പരണ്ടി എടുത്ത് വെച്ച പാടില്ലേ, അതൊക്കെ ഒരു ജ്യൂസ് ജാറിലേക്ക് തട്ടിയിട്ട്, എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് തന്നെ പഞ്ചസാര. ഞാൻ കുറച്ച് പഞ്ചസാര യൂസ് ചെയ്യുന്നുള്ളൂ, നമുക്ക് ഇഷ്ടംപോലെ പഞ്ചസാര ഇടാം, ഒരു മടിയും കാണിക്കണ്ട. അപ്പോൾ അതൊക്കെ ജാറിലിട്ട് അത് ഒരു മിനിറ്റ് ഒന്ന് കറക്കി കഴിയുമ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് മിക്സായി വരും. എന്നിട്ട് അത് നൈസായിട്ട് ഒന്നുകൂടെ എടുത്തിട്ട് നമ്മുടെ കട്ടപ്പാലൊന്ന് ഇടിച്ച് പരുവാക്കി ആ ജാറിലേക്ക് ഒന്നുകൂടെ അങ്ങ് തട്ടിക്കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ തന്നെ 2 ബൂസ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് ഷെയ്ക്ക് അടിക്കാൻ ഒരു ബൂസ്റ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ 2 മേടിച്ചത്, അതിന് ലാസ്റ്റ് കാണിച്ചു തരാം എന്താ പരിപാടിയെന്ന്. അപ്പോൾ ഈ കട്ടപ്പാൽ ജ്യൂസ് ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു ബൂസ്റ്റ് മാത്രം നമ്മൾ പൊട്ടിച്ചെടുത്ത് അതിൻ്റെ മേലത്തേക്ക് അതും കൂടെ ഒന്ന് തട്ടിക്കൊടുത്തു. നൈസായിട്ട് ആ ഫുള്ള് നമ്മളങ്ങ് തട്ടിക്കൊടുത്തു. എന്നിട്ട് അത് നൈസായിട്ട് ഒന്നുകൂടെ നമ്മൾ അടച്ചിട്ട് ഒന്നുകൂടെ ജാറിൽ വെച്ച് മിക്സിയിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് കറക്കി കൊടുക്കുക ഒരു 2 മിനിറ്റ്. അപ്പോഴേക്കും നമ്മുടെ ഷേക്ക് ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് പൊടിക്കായുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട 4 ഗ്ലാസ്സൊക്കെ നല്ല ഗ്ലാമറാക്കി എടുത്ത് വെച്ച് ഐസ്ക്രീമൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാ 4 ഗ്ലാസ്സിനും നമ്മൾ കണക്കിന് അളവ് തെറ്റരുത്, കറക്റ്റായിരിക്കണം. അതുകൊണ്ട് പക്ക അളവിൽ നമ്മൾ പണ്ടേ ബേക്കിലോട്ടല്ല, അതുകൊണ്ട് നമ്മൾ കറക്റ്റ് അളവിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അതിലേക്ക് എന്താ പറയുക, ഐസ്ക്രീം ഉണ്ട്, ആ ഐസ്ക്രീം നൈസായിട്ട് എടുത്ത് അതിൻ്റെ മേലിൽ ചെറുതായി ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ എന്ത് ചെയ്തു, നമ്മൾ മാറ്റി വെച്ച ഒരു ബൂസ്റ്റില്ലേ, ആ ബൂസ്റ്റിൻ്റെ പൊടി എന്താക്കി നമ്മൾ ഒന്നുകൂടെ അതും കൂടെ പൊട്ടിച്ചെടുത്ത് ആ പൊടി നൈസായിട്ട് ഈ ഐസ്ക്രീമും കൂടെ ഇട്ടിട്ട് അതിൻ്റെ മേലത്തേക്ക് നൈസായിട്ട് വിതറി കൊടുക്കുക. അപ്പം പിന്നെ കാണാനും കൂടെ ഒരു ചേലയില്ലേ, നിങ്ങൾക്ക് എന്നെ നോക്കി കാണാൻ പറ്റുമല്ലോ, നല്ല നൈസൊരു ചേലായി കാണുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ച ശേഷം നമ്മൾ എന്ത് വയ്ക്കുക, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പേരുണ്ട് സൈഡിൽ, 2 പേരിൽ 3 പേരുണ്ട്. അപ്പോൾ ഈ 3 പേർക്ക് അതൊക്കെ നമ്മൾ കൊടുത്ത്, പൊണ്ടാട്ടിയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, കൊടുത്ത് നമ്മൾ. അപ്പോൾ അതൊക്കെ ഒന്ന് കൂടെ ചെന്നിട്ട് അച്ഛനോട് അഭിപ്രായം ചോദിച്ചു. അച്ഛനൊക്കെയാണ്, അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ ഒരു തലയാട്ടി. അപ്പോൾ നമ്മുടെ ഇളനീര് ഷേക്ക് സക്സസ് ആയ സ്ഥിതിക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയും നല്ല വീഡിയോസ് നമ്മൾ ഇനിയും ഈ പേജിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് എല്ലാവരും കൂടെ തന്നെ ഉണ്ടാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്.